യുവരാജ് സിംഗ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി വരുന്നു. ഒരേ ദിവസം തന്നെ 25 ശാഖകൾ തുറന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് 1000 തയ്യൽ മെഷീൻ. കേരളത്തിലെ 14 ജില്ലകളിലായി 25 ബ്രാഞ്ചുകൾ ഒരേ സമയത്ത് ഒരേ ദിവസം ഉദ്ഘാടനം നടത്തുവാൻ സാധിച്ചു. കാലില്ലാതെ അവർ ഇങ്ങോട്ട് വരുന്നു. തിരിച്ച് നാളെ മുന്നോട്ട് അവർക്കുള്ള ഒരു പ്രതീക്ഷകൾ ഉറപ്പ്. എല്ലാ വർഷവും 100 പേർക്കുള്ള കൃത്രിമക്കാലുകൾ. തൃശ്ശൂരിലെ 50 യുവതികളുടെ കല്യാണം നടത്തി. അതിനുശേഷം 216 ആദിവാസി യുവാക്കളുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഈ ഒരു ആദിവാസി സമൂഹ വിവാഹം അതിനോടനുബന്ധിച്ചാണ് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുള്ളത്. 2030 500 മുതൽ 1000 യുവാക്കന്മാരുടെ സമൂഹ വിവാഹം നടത്തി കൊടുക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ട്. ധനകാര്യ മേഖലയിൽ അതിവേഗ വളർച്ചയിലൂടെ പുതുചരിത്രം രചിച്ച് മുന്നേറുകയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിശ്വാസം, സുതാര്യത, സാമൂഹ്യ പ്രതിബദ്ധത, ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തന രീതിയിലൂടെയാണ് ഈ സ്ഥാപനം ഇന്ന് ജനമനസ്സിൽ ഇടം നേടിയത്. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യവുമുണ്ട്. സാമൂഹ്യ സേവന രംഗത്തും ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ യാത്രയെയും ദൗത്യത്തെയും കുറിച്ച് സംസാരിക്കാനായി ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ടാണ്. നമസ്കാരം സാർ. സാർ, ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തും മാത്രമല്ല സാമൂഹിക രംഗത്തും ശ്രദ്ധേയമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്താണ് അതിനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്? നമുക്കറിയാം, 2020 ആഗസ്റ്റിലാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഒരു തുടക്കം. ആ തുടക്കം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് എടുത്തൊരു തീരുമാനം, ബിസിനസ്സിന് പുറമെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശയമാണ് അന്ന് ബോർഡ് മുന്നിൽ വെച്ചത്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2020 കഴിഞ്ഞ് നമ്മൾ 21 ഒന്നാം വാർഷികം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ കഴിഞ്ഞ 2025 ആഗസ്റ്റ് 24 5ാം വാർഷികം ആഘോഷിക്കുന്ന ആ 5 വർഷവും വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബിസിനസ്സിന് പുറമെ മറ്റുള്ള ഒരുപാട് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടെ ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കാരണം. 2020-2021 കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ തുടക്ക കാലഘട്ടം. ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ച് കൊറോണ പിടിച്ച് ഉള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ചു? നമുക്കറിയാം, 2020 ആഗസ്റ്റിൽ ധനലക്ഷ്മി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് എന്ന ആ ഒരു ബ്രാഞ്ച് നമ്മുടെ പടിഞ്ഞാറക്കോട്ടയിൽ അൻസാരി കോംപ്ലക്സിൽ ഒരു ബ്രാഞ്ചായി തുടങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം, 2020 ആഗസ്റ്റ് 24 ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് എന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആദ്യ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ വർഷം ഡിസംബറിൽ 31 തൃശ്ശൂരിന് പുറമെ ബ്രാഞ്ചിന് പുറമെ ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, മൂന്നുപീടിക, ചാലക്കുടി എന്നീ 4 സ്ഥലങ്ങളിലായി ധനലക്ഷ്മിയുടെ ശാഖകൾ നമുക്ക് അല്ലെങ്കിൽ തുടങ്ങുവാനായി സാധിച്ചു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം ഒരു 10-40ഓളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കോവിഡിനെ നമ്മൾ അതിജീവിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളൊരു ഫാമിലിയായി കാണുന്ന ജീവനക്കാരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഈ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായാണ് ഈ ഒരു കാലഘട്ടത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. നമുക്കറിയാം, ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 50-55ഓളം ജീവനക്കാർ ധനലക്ഷ്മി ഗ്രൂപ്പിനുണ്ടായിരുന്നു. അവർക്കുള്ള ഫസ്റ്റ് വാക്സിൻ മുതൽ സെക്കൻഡ് വാക്സിൻ വരെ ധനലക്ഷ്മി ഗ്രൂപ്പാണ് നൽകിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചേർത്ത് നിൽപ്പിൻ്റെ ഒരു വിജയമാണ് ഈ ഒരു കോവിഡ് എന്ന മഹാമാരിയിൽ ധനലക്ഷ്മി ഗ്രൂപ്പിനെ വിജയിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ധാരാളം കാരുണ്യ പ്രവർത്തനം നമ്മുടെ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ 50 യുവതികളുടെ കല്യാണം നടത്തി. അതിനുശേഷം 216 ആദിവാസി യുവാക്കളുടെ വിവാഹം നടത്തി കൊടുത്തു. ഇത്തരം മഹത്തരമായ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഈ ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ധനലക്ഷ്മി ആ ഒരു ബ്രാൻഡ് 2020 ഞങ്ങൾ തുടങ്ങുന്നത്. അതിന് മുന്നേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേഖലയിൽ കൂടി കടന്നാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2020 നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ 21 ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്ര അല്ലെങ്കിൽ തെക്കിങ്കാട് മൈതാനത്ത് 25 ജോഡി 50 പേരുടെ സമൂഹ വിവാഹം നടത്തുക എന്നുള്ളത് നമ്മൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടൊരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം ഒന്നാം വാർഷികത്തിൽ നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം. നമുക്കറിയാം, ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ടാണ്
ഒന്നാം വാർഷികം നമുക്കന്ന് ഏകദേശം 3000-ഓളം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു. ആ 3000-ഓളം ഉപഭോക്താക്കൾക്ക് ഓണക്കിറ്റുകളും ആ കാലഘട്ടത്തിലെ ജീവനക്കാർക്ക് ഓണക്കോടിയും ഓണക്കിറ്റുകളും നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത്. പിന്നീടാണ് 2021 ആഗസ്റ്റ് 24 ധനലക്ഷ്മിയുടെ 2ാം വാർഷികം ആഘോഷിക്കുന്ന ആ വേളയിലാണ് ആ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റുന്നത്. നമുക്കറിയാം, തെക്കിൻകാട് മൈതാനത്ത് 56,000 സ്ക്വയർ ഫീറ്റിലുള്ള പന്തലിൽ ആ ഒരു സമൂഹ വിവാഹം, പ്രൗഢഗംഭീരമായ ആ ഒരു സമൂഹ വിവാഹത്തിന് നിരവധി താളമേള വാദ്യ ഘോഷ യാത്രയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആ ഒരു സമൂഹ വിവാഹം നമുക്ക് നടത്താൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് ഏകദേശം 7,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു സമൂഹ വിവാഹമായിരുന്നു. ആ വധുവരന്മാർക്ക് വേണ്ട താലി, വസ്ത്രം, വിവാഹമോതിരം, മാല, അതുപോലെ ഒരു മാസികള പലവ്യഞ്ജനം, ഹണിമൂൺ ട്രിപ്പ്, ഇതെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടായിരുന്നു ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ആ ഫസ്റ്റ് സമൂഹ വിവാഹം എന്ന ഒരു കർത്തവ്യം ഞങ്ങൾക്ക് നിറവേറ്റാൻ സാധിച്ചത്. അത് ധനലക്ഷ്മിയുടെ വളർച്ചയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ ഒരു ആദ്യ ചുവടുവയ്പ്പായിരുന്നു. ആ സമൂഹ വിവാഹത്തിന് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി, ഈ 2022 ഡിസംബർ 31 ഈ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആ ഒരു വേളയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഓഫീസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അന്നത്തെ ആരാധ്യനായിട്ടുള്ള MLA ശ്രീ ബാലചന്ദ്രൻ അവറുകളാണ്. ആ വാക്കുകൾ ഡിസംബർ 31 തന്നെ ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതേ വേളയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത് എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് 100 ബ്രാഞ്ച് തികയുന്ന ദിവസം ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ശ്രീ പാറമേക്കാവ് ക്ഷേത്ര സന്നിധിയിൽ 100 ജോഡി ആദിവാസി യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തുമെന്നൊരു പ്രഖ്യാപനം ആ ഒരു ഉദ്ഘാടന വേളയിൽ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി 2024 മാർച്ച് 24 കേശവദാസുപുരത്ത് 100ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം 8 ഊരുകളിൽ നിന്നായിട്ടാണ് നമ്മൾ ഈ ഒരു ആദിവാസി യുവാക്കളുടെ സമൂഹ വിവാഹത്തിന് അല്ലെങ്കിൽ അവരെ നമുക്ക് കിട്ടുവാൻ സാധിച്ചത്. അതിലെടുത്തു പറയാവുന്ന ഒരു ഊരെന്ന് പറയുന്നത് സത്യമംഗലമാണ്. നമുക്കറിയാം, വീരപ്പന്റെ ഒരു നാട് കൂടിയാണ്. അപ്പൊ വീരപ്പന്റെ നാട്ടിൽ നമുക്ക് 28 ജോഡി ആദിവാസി യുവാക്കളുടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ 8 ഊരിൽ നമ്മളുടെ അവരുടെ ആചാരപ്രകാരം ആദിവാസി അല്ലെങ്കിൽ മൂപ്പന്മാരും അവിടത്തേതായിട്ടുള്ള ആ പ്രദേശത്തെ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലാണ് ആ ഒരു ചടങ്ങ്, വിവാഹ നിശ്ചയം എന്ന ചടങ്ങ് നമുക്ക് നടത്തുവാനായി സാധിച്ചു. അതിനുശേഷം 24 എല്ലാ അവർക്ക് വേണ്ട എനിക്ക് തോന്നുന്നത് അവരുടെ കുടുംബടക്കം ഏകദേശം 700-ഓളം ഫാമിലി ഉണ്ടായിരുന്നു ഈ 8 ഊരിൽ നിന്നായി. അവർക്ക് വേണ്ട അവിടെ നിന്നുള്ള യാത്രാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ കോവളത്തായി 700-ഓളം ഹോട്ടലുകൾ റൂം ബുക്ക് ചെയ്തുകൊണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റി. കൂടാതെ 24 ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശന സൗകര്യം നമുക്ക് ഒരുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ തമ്പരാട്ടിയുടെ അനുഗ്രഹം നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കുവാനായി സാധിച്ചു. അതിനുശേഷമാണ് മാർച്ച് 2024 മാർച്ച് 25 ഈ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം നിർവഹിക്കാനായി ധനലക്ഷ്മി ഗ്രൂപ്പിനെ സാധിച്ചത്. അതിൽ എനിക്ക് തോന്നുന്നു ആ വിവാഹ വേദിയിൽ ഗോവ ഗവർണറായിട്ടുള്ള ശ്രീ ശ്രീധരൻപിള്ള അവർജി, ശ്രീ ശശി തരൂർ അവർകൾ, രാജീവ് ചന്ദ്രശേഖർജി, ഫിലിം ആക്ടർ ദിലീപ് എന്നീ മഹത് വ്യക്തികളുടെ ഒരു സാന്നിധ്യം ആ ഒരു വിവാഹ വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അവർക്കുള്ള താലി, മാല, വസ്ത്രം, മോതിരം, ഒരു മാസികള പലവ്യഞ്ജനം എല്ലാം കൊടുത്തുകൊണ്ടായിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-75 ആളുകൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു സമൂഹ വിവാഹമായിരുന്നു നമുക്കന്ന് നടത്തുവാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് അവരുടെ ഊരിൽ രാത്രി തിരിച്ച് അവരെ എത്തിച്ചുകൊണ്ടാണ് ആ ഒരു സമൂഹ വിവാഹത്തിന്റെ പരിസമാപ്തി ധനലക്ഷ്മി ഗ്രൂപ്പിനെ പരിസമാപ്തി കുറിക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെയല്ല, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു 216 ആദിവാസി യുവാക്കളുടെ വിവാഹം ഒരുമിച്ച് ഒരേ വേദിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ ധനലക്ഷ്മി ഗ്രൂപ്പിന് അതുമായി തേടി വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ധനലക്ഷ്മി ഗ്രൂപ്പിന് ചുരുങ്ങിയ വേളയിൽ സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് അംഗീകാരങ്ങൾ നമ്മളെ തേടി വന്നിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ തന്നെ അവാർഡുകളുടെ പട്ടിക നീളുകയാണ്. അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, സ്വിറ്റ്സർലാൻഡ് ഗ്ലോബൽ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ്സ്, മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
ഇതെങ്ങനെയാണ് ഈ ഒരു അംഗീകാരങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഒരു അവാർഡിന് പുറമെ ധനലക്ഷ്മി ഗ്രൂപ്പ് പോയിട്ടില്ല. നമ്മൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതും മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ആ ചാരിറ്റി പ്രവർത്തനങ്ങളെ ആ ഒരു വിലയിരുത്തലാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന് നിരവധി പുരസ്കാരങ്ങൾ തേടി വരുന്നത്. തീർച്ചയായും ആ ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ആ ഒരു മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആയിരിക്കുന്നതിന്റെ പരിണിത ഫലമായാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലടക്കം പോയി ഈ ഒരു പുരസ്കാരം നമുക്ക് ലഭിക്കുവാനായി സാധിച്ചത്. എനിക്ക് തോന്നുന്നു നാഷണൽ റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, സർ പദവി, അതുപോലെ തന്നെ നമ്മുടെ കാലടി ശൃംഗേരി മഠം നമുക്ക് നൽകിയ ഒരു കനകതാര പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ആദിവാസി സമൂഹ വിവാഹം അതിനോടനുബന്ധിച്ചാണ് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുള്ളത്. ആ ഒരു അംഗീകാരം വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഞാൻ എന്ന വ്യക്തിക്ക് പുറമെ എൻ്റെ കൂടെ തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ തുല്യരായിട്ടുള്ള മാനേജ്മെൻറ്റ് ടീം, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ അവരുടെ കീഴിലായി വർക്ക് ചെയ്യുന്ന ഒരു 1000-ഓളം ജീവനക്കാർ, നമ്മളവരെ ഫാമിലിയായി കാണുന്നത്. അപ്പോൾ ഈ എല്ലാവരുടെയും കൂട്ടായ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായാണ് ഈ ഓരോ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാനായിട്ട് കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈശ്വരനോടും അല്ലെങ്കിൽ കൂടെയുള്ള എല്ലാവരോടും അതിനായി കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരേ ദിവസം തന്നെ 25 ശാഖകൾ തുറന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് 1000 തയ്യൽ മെഷീൻ, 250 ആട്ടിൻകുട്ടികൾ, ഇതൊക്കെ വാർത്തകളിലൂടെ ഒക്കെ കണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? 2023 ആഗസ്റ്റ് 24 3-ാം വർഷം ആഘോഷിക്കുന്ന ആ ഒരു വേളയിലാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് നമുക്ക് രൂപം നൽകുവാൻ സാധിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ലകളിലായി 25 ബ്രാഞ്ചുകൾ ഒരേ സമയത്ത് ഒരേ ദിവസം എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് ആ ഉദ്ഘാടനം നടത്തുവാൻ സാധിച്ചത്. കൂടാതെ എനിക്ക് തോന്നുന്നു 14 ജില്ലകളിലായി 10 ഹോട്ടലുകളിൽ 6000-ഓളം ഇൻവെസ്റ്റേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ 6000-ഓളം ഇൻവെസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിലാണ് സ്ത്രീകൾക്ക് ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അവർക്കൊരു സ്വയം തൊഴിലുകൾ അല്ലെങ്കിൽ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാനേജ്മെൻ്റ് എടുത്തൊരു തീരുമാനമായിരുന്നു 1000 തയ്യൽ മെഷീൻ കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് ദൃശ്യമാധ്യമ സുഹൃത്തുക്കളും അതുപോലെ ഇൻവെസ്റ്റേഴ്സും ആ 1000 തയ്യൽ മെഷീൻ കൊടുക്കുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഈ 25 ബ്രാഞ്ചിൻ്റെ പരിധിയിൽ, അതായത് ഒരു ബ്രാഞ്ചിൻ്റെ ഒരു പരിധിയിലായി 10 കുടുംബം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ 25 ബ്രാഞ്ചിലെ പരിധിയിൽ 250 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് 250 പേർക്ക് ആട്ടിൻകുട്ടികളെ നൽകുവാനായി സാധിച്ചു. അതെല്ലാം ആ ഒരു കുടുംബത്തിന് അവർക്ക് മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ അവർക്ക് മുന്നോട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ അവർക്കൊരു മുന്നോട്ടുള്ളൊരു വഴികാട്ടുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പല രീതിയിലും അത് ആ ഒരു മേഖലയിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാവരും ആ ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി പോകാൻ ആഗ്രഹിക്കുന്നത്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ 5-ാം വാർഷികത്തോടനുബന്ധിച്ച് ധാരാളം സേവന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ അല്ലെങ്കിൽ അതിനൊരു ഹൈലൈറ്റ്സ് എന്ന് പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ധനലക്ഷ്മിയുടെ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 24-ാം തീയതി 10 പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ധനലക്ഷ്മി 5-ാം വാർഷികം ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആദിവാസി സമൂഹ വിവാഹം, തൃശ്ശൂരിൽ നടന്ന സമൂഹ വിവാഹം, ഇതിന് പുറമെ നമുക്ക് മനസ്സിൽ ഒന്ന് ടച്ച് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഒരു 100 പേർക്ക് കൃത്യമക്കാലുകൾ നൽകുകയുണ്ടായി. അതിൻ്റെ ഒരു ചടങ്ങ് ഇതിൻ്റെ മുകളിൽ ധനവിസ്മയ ഹാളിലാണ് 10 പേർക്കുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു ചടങ്ങ് നമുക്കിവിടെ നിർവഹിക്കാൻ സാധിച്ചു. നമുക്കറിയാം, കാലില്ലാതെ അവർ ഇങ്ങോട്ട് വരുന്നു, തിരിച്ച് നാളെ മുന്നോട്ട് അവർക്കുള്ള ഒരു പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾക്ക് എന്താ പറയുക, ഒരു ഉറപ്പ് ധനലക്ഷ്മി ഗ്രൂപ്പിന് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊരു മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വേളയിൽ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി, വരുന്ന എല്ലാ വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാ വർഷവും 100 പേർക്കുള്ള കൃത്രിമക്കാലുകൾ ധനലക്ഷ്മി ഗ്രൂപ്പ് നൽകുമെന്ന് അന്ന് എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ചും ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. ബാക്കിയുള്ള കാലുകൾ നൽകിയത് ഒക്ടോബർ 2-ാം തീയതി തൃശ്ശൂർ ടൗൺ ഹാളിൽ. നമുക്കറിയാം, അന്ന് ഗാന്ധി ജയന്തിയും വിജയദശമിയും കൂടി വരുന്ന നല്ലൊരു ദിവസമായിരുന്നു. 100 പേർക്കുള്ള കൃത്രിമക്കാലുകൾ നൽകിക്കൊണ്ട് ആ ഒരു ചടങ്ങിനും ധനലക്ഷ്മി ഗ്രൂപ്പിന് നേതൃത്വം അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുവാനായി സാധിച്ചു. കൂടാതെ തന്നെ
അന്നൊരു അന്നസാരഥി എന്നൊരു പദ്ധതിക്ക് നമുക്ക് രൂപം നൽകുവാൻ സാധിച്ചു. കാരണം തൃശ്ശൂരിൽ വിശന്നിരിക്കുന്നവരുടെ കൈകളിലേക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി 100 പേർക്ക് ആഗസ്റ്റ് 24 മുതൽ നാളെ ഇന്ന് വരേക്കും 100 പേർക്കുള്ള ഒരു പൊതി ഭക്ഷണം അല്ലെങ്കിൽ ഒരു പൊതി ചോറ് അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലെ 27ഓളം ഓൾഡ് ഏജ് ഹോമുകൾ, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഉച്ചഭക്ഷണവും അവർക്കുള്ള പ്ലേറ്റും ഗ്ലാസുകളും നൽകുവാനായി സാധിച്ചു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകാൻ സാധിച്ചു. പിന്നെ ഇന്ന് ധനലക്ഷ്മി ഗ്രൂപ്പിന് കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലായിരുന്നു ധനലക്ഷ്മിയുടെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ കഴിഞ്ഞ 5ാം വാർഷികത്തിൽ ഈ 6 സംസ്ഥാനങ്ങൾക്ക് പുറമെ ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലായി ധനലക്ഷ്മിയുടെ ശാഖകൾ വ്യാപിപ്പിക്കുകയും മൊത്തം 10 സംസ്ഥാനങ്ങളിലേക്ക് ധനലക്ഷ്മിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനായിട്ട് ഈ 5ാം വാർഷികത്തിൽ സാധിച്ചു. നമ്മൾ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് 10 സംസ്ഥാനങ്ങളിലേക്ക് ഇന്ന് ധനലക്ഷ്മിയുടെ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ധനലക്ഷ്മിയുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ താങ്കൾ പ്രഖ്യാപിച്ച പ്രധാന പ്രൊജക്റ്റുകളിൽ ഒന്നായ ഗോൾഡ് ലോൺ മാത്രം നടത്തുന്ന NBFC ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഒരുപാട് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസ് ലിമിറ്റഡ് എന്ന ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം ഗോൾഡ് ലോണിന് പുറമെ പുതിയതും പഴയതുമായിട്ടുള്ള ഓട്ടോ ലോണുകളാണ് ചെയ്തു വരുന്നത്. കൂടാതെ പ്രോപ്പർട്ടി ലോണും. ഇതെല്ലാം മാറ്റിക്കൊണ്ട് 100% ഗോൾഡ് ലോൺ ചെയ്യുന്നൊരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായി മാറ്റുവാനാണ് മാനേജ്മെന്റ് തീരുമാനമെടുത്തത്. ഈ മാർച്ചോടുകൂടി പുതിയ 2026 പുതിയ ഒരു ഫിനാൻഷ്യൽ തുടങ്ങുമ്പോൾ 100% ഗോൾഡ് ലോൺ ചെയ്യുന്ന ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം മാറും. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, 2 തരത്തിലാണ് നമുക്ക് നിക്ഷേപം സ്വീകരിക്കുവാനായിട്ട് ഈ നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയിൽ സാധിക്കുക. ഒന്ന് NCD, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറായും, ഒന്ന് സബോർഡിനേറ്റഡ് ഡെപ്റ്റ്, അതായത് ബോണ്ടായിട്ടും 5 വർഷത്തെ ബോണ്ടായിട്ടാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് നിക്ഷേപിക്കുന്ന നിക്ഷേപകരുടെ ആ പണം സുരക്ഷിതമാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്നൊരു ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് നൽകുന്നു. കൂടാതെ 10 സംസ്ഥാനങ്ങളിലായി ഈ എടുക്കുന്ന ആ ഒരു ധനം സെക്യൂർഡാണ് ഗോൾഡ് ലോൺ. അറിയാം, നമുക്ക് ഇന്നൊരു ഗ്രാമിന് ഇന്നത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ ആ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ ഒരു 70-75% നമ്മൾ അവർക്ക് ലോണായി നൽകുന്നത്. അപ്പോൾ അവർ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ഇരട്ടി മൂല്യമുള്ള സെക്യൂർഡായിട്ടുള്ള ഒരു ഗോൾഡ്, അറിയാം സെക്യൂർഡാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സുരക്ഷയും അല്ലെങ്കിൽ അതിനൊരു ഉറപ്പും വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാനേജ്മെന്റ് പോകാനുള്ള കാരണം. അപ്പോൾ ഈ വരുന്ന മാർച്ചോട് കൂടിയിട്ട് ഗോൾഡ് ലോൺ മാത്രം ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമായി മാറും ഈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസ് ലിമിറ്റഡ് എന്ന ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം. യുവരാജ് സിംഗ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി വരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി നോക്കി കാണുന്ന കാര്യമാണത്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, ഇന്ന് ചുരുങ്ങിയ 5 വർഷങ്ങൾ കൊണ്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ലാതെയാണ് ഈ 5 വർഷം കൊണ്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഇന്ന് കേരളത്തിന് പുറമെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആ ഒരു ബ്രാൻഡ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പേര് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം 100% ഗോൾഡ് ലോൺ ചെയ്യുന്ന ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായി മാറുകയാണ്. അപ്പോൾ ആ ഗോൾഡ് ലോണിൻ്റെ ബ്രാൻഡിങ്ങിലേക്കാണ് നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, അദ്ദേഹം പിന്നിട്ട വഴികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ വളരെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മാനേജ്മെന്റായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള മീറ്റിംഗിൽ, ഹൈ ലെവൽ കമ്മിറ്റി മീറ്റിംഗിൽ ഈ ഒരു തീരുമാനം അറിയിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിലാണ് ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി ഈ വരുന്ന ജനുവരി-ഫെബ്രുവരിയോട് കൂടി അദ്ദേഹത്തെ നമ്മുടെ കൂടെ ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ 2 മണിക്കൂർ നമ്മളുടെ കൂടെ അദ്ദേഹം സ്പെൻഡ് ചെയ്യാമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഒരു വളരെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ധനലക്ഷ്മിയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് വലിയൊരു ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെയും ധനലക്ഷ്മി ഫാമിലിയുടെയും ഒരു ഉറച്ച വിശ്വാസം. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ മാതൃകയായാണ്. ഇതിനൊരു പ്രചോദനം എന്തായിരുന്നു? നമുക്കറിയാം, കൂടെ നിൽക്കുന്ന ശക്തമായ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ധനലക്ഷ്മി ഫാമിലിയിലെ
വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ കീഴിലായി ജോലി ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയുള്ള ജീവനക്കാർ, ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ചാരിറ്റി മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തതുകൊണ്ടും അല്ലെങ്കിൽ ആ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു മേഖലയിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് പെട്ടെന്ന് അറിയപ്പെടുന്നത്. അതൊരു തീർച്ചയായിട്ടും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും, അതായത് മാനേജ്മെന്റ് ആയാലും ധനലക്ഷ്മി ഫാമിലി ആണെങ്കിലും ഒറ്റ മനസ്സോടെ നിൽക്കുന്നതിന്റെ പരിണിത ഫലമാണ് അതിന്റെ ഒരു വലിയൊരു വിജയം എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ 2030 500 മുതൽ 1000 യുവതി യുവാക്കന്മാരുടെ സമൂഹ വിവാഹം നടത്തി കൊടുക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ട്. അതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? 2020 ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ തുടക്കം. അപ്പോൾ 2030 എന്ന് പറയുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ 10 വർഷം തികയുന്ന ഒരു വർഷമാണ്. എൻ്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 2030 എന്ന് പറയുമ്പോൾ 2 + 3 5. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ വരുന്ന ഒരു വർഷമാണ്. കൂടാതെ 10ാം വർഷം എന്ന് പറയുന്നത് ധനലക്ഷ്മി ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ 10ാം വർഷം ആഘോഷിക്കുന്ന ആ ദിവസം ആഗസ്റ്റ് 24 തീയതിയാണ് ഞങ്ങളും സ്വപ്നം കാണുന്ന ആ ദിവസം. ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന തരത്തിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ അല്ലെങ്കിൽ തെക്കിങ്ങാട് മൈതാനവും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു സമൂഹ വിവാഹമായിരിക്കും 2030. അതിൽ എല്ലാ ജാതി മത ഭേദമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ വധൂവരന്മാരെ കണ്ടെത്തിക്കൊണ്ട് 500 ജോഡി എന്ന് പറയുന്ന 1000 പേരുടെ വലിയൊരു സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ ഒരു ധനലക്ഷ്മി ഗ്രൂപ്പിനെ സംബന്ധിച്ച് 10 വർഷം കൊണ്ട് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇതുപോലെയുള്ള ഒരു വലിയ സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ മാനേജ്മെന്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ ധനലക്ഷ്മി ഫാമിലിയിലാണെങ്കിലും അതൊരു വലിയൊരു വിജയം തന്നെയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു വലിയൊരു സമൂഹ വിവാഹം ലോകത്ത് ആദ്യമായി തന്നെയാവും നടക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ആ ഒരു വലിയൊരു സമൂഹ വിവാഹം 2030 ഈ പറയുന്ന ദിവസം വളരെ ഭംഗിയായി തന്നെ ധനലക്ഷ്മി ഗ്രൂപ്പ് നടത്തും. അവസാനമായി, നമ്മുടെ നാട്ടിൽ ധാരാളം സംരംഭകർ ഇതുപോലെ വളർന്നു വരുന്നുണ്ട്. അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ധനകാര്യ മേഖല, നമുക്കറിയാം നിരവധി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട്, നിരവധി അഗ്രോ ക്രെഡിറ്റ് സൊസൈറ്റികൾ, അങ്ങനെ ഒരുപാട് ഇന്ന് കേരളത്തിൽ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു മനസ്സോടും ഒരു വാക്കോടും കൂടി, അല്ലെങ്കിൽ തോൾ ചേർന്ന് നിൽക്കുന്ന നല്ലൊരു മാനേജ്മെന്റ് ടീം, കൂടാതെ അതിൻ്റെ കീഴിലായി കമ്പനിയെ വളർത്താനും നയിക്കുവാനും സാധിക്കുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ എക്സ്പീരിയൻസ് വളരെ വിലപ്പെട്ടതാണ് ഒരു മുന്നോട്ടുള്ള ഒരു ബിസിനസ്സിന്. കൂടാതെ അവരുടെ കീഴിൽ അതാത് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അവർ ഫണ്ട് സമാഹരിക്കുന്നു. ഓട്ടോ ലോൺ, അതിൻ്റെ കീഴിലായി ഓട്ടോ ലോൺ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബിസിനസ് ലോൺ ഡിപ്പാർട്ട്മെന്റ്, പ്രോപ്പർട്ടി ലോൺ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല 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 ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻസ്, IT, അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ്, അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിലായി നിരവധി ആളുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ, അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ വളർച്ച കൈവരിക്കാം. കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജോലി ലഭ്യമാകുന്നു, സാധാരണക്കാരായ ആളുകൾക്ക് ചെറുകിട ലോണുകൾ ലഭ്യമാകുന്നു. അപ്പോൾ വളരെ ഭംഗിയായി ഒരുമിച്ച് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ഈ ഒരു ധനകാര്യ മേഖല മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പിനെ മാനേജ്മെന്റിന്റെ പ്രതികരിച്ച് എനിക്ക് പറയാനുള്ളത്. സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഒരുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ താങ്കൾക്കും ധനലക്ഷ്മി ഗ്രൂപ്പിനും സാധിക്കട്ടെ. സേവനം തന്നെയാണ് നിക്ഷേപം എന്നാണ് നമ്മുടെ ആപ്തവാക്യം. അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമായ ധനലക്ഷ്മി ഗ്രൂപ്പിനും സാറിനും സാധിക്കട്ടെ. താങ്ക് യു. നന്ദി.